റെഡ് അലേർട്ട് ഉണ്ടാവുമ്പോൾ കളക്ടർ ലീവ് പ്രഖ്യാപിച്ചാലേ ഫസ്റ്റിലെ ദിവസമൊക്കെ നമുക്ക് ഓക്കെ ലീവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുമെങ്കിലും കുറേ ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടുമ്പം എല്ലാവർക്കും അതങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഒന്നും ആയിരിക്കില്ല അല്ലേ. പ്രത്യേകിച്ച് ഈ മഴ കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മൾ ടി വിയിലൊക്കെ കാണുന്നതാണല്ലോ. മാത്രമല്ല ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ മഴ കാരണം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കാരണം നമ്മളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് വല്ലാത്ത മഴ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ തോന്നൂല. നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മളിങ്ങനെ ഒരു നൈറ്റ് മെയർ പോലെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ കുറേ ദിവസം ലീവ് കിട്ടിയതിന് ശേഷം നാളെ സ്കൂളുള്ള ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് നമ്മൾ കിടക്കാൻ പോണത്. കാരണം ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല. അതുകൊണ്ട് രാവിലെ നേരത്തെ കാലത്ത് എണീറ്റ് ഓരോ പണികളായിട്ട് തീർത്ത് വെച്ചിട്ട് അങ്ങനെ പോവാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നും ഞാൻ പത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ കേട്ടോ സെറ്റ് ആവുന്നത്. പിന്നെ രാത്രിയിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പുട്ടുണ്ടാക്കിയത്. ഇവിടെ നിന്ന് ഉപ്പയും ഉമ്മയും ഉണ്ട്. അവർ ഫുഡ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പം എന്തായാലും ഉപ്പക്ക് ഗോതമ്പുട്ട് ഇഷ്ടമായതുകൊണ്ടും എനിക്ക് ഉണ്ടാക്കാൻ എളുപ്പമായതുകൊണ്ടും ഗോതമ്പുട്ടാട്ടോ ഉണ്ടാക്കിയത് രാത്രി കഴിക്കാൻ. പിന്നെ അതിലേക്ക് നമ്മുടെ മീൻ മുളകിട്ടത് നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ പിന്നെ അയിലുണ്ടായിരുന്നു, അപ്പോൾ അത് മുളകിട്ട് പിന്നെ നാളെ ഉപ്പേരിക്കുള്ള പയറും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് പണികളൊക്കെ തീർത്തിട്ടോ. അപ്പോൾ എല്ലാവരും ലീവ് കിട്ടാൻ പ്രാർത്ഥിക്കാതെ മഴ കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക.